ഓർത്തഡോക്സ് സഭയ്ക്കെതിരെ പരോക്ഷ വിമർശനവുമായി യാക്കോബായ സഭാധ്യക്ഷൻ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ. തന്നെ കാതോലിക്കയായി പ്രഖ്യാപിച്ചത് പാത്രിയാർക്കീസ് ബാവയാണ്. ഈ തീരുമാനം അംഗീകരിക്കില്ലെന്ന് ദേവലോകത്ത് നിന്ന് അഭിപ്രായം വന്നു. താനിവിടെ ശുശ്രൂഷ നടത്തരുതെന്ന് ആഗ്രഹിക്കുന്നവർ ഉണ്ടെന്നും മണർക്കാട് സെന്റ് മേരീസ് പള്ളിയിൽ നടന്ന ഓശാന ശുശ്രൂഷയ്ക്കിടെ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ പറഞ്ഞു. ഇവിടെ ഇന്ന് ആരാധന നടത്തരുത്, ഞാൻ ഇവിടെ വന്ന് ആരാധിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ആഗ്രഹമുള്ള ആളുകളൊക്കെ നമ്മുടെ ചുറ്റുപാടുകളിലുമൊക്കെ ഉണ്ട്. ഇവിടെ ഇത് പരിശുദ്ധ സഭയുടെ ഒരു ദേവാലയമാണ്. മലങ്കര സഭയുടെ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ ഭരണ സംവിധാനത്തിലുള്ള ദേവാലയമല്ല ഇത്. മറുവിഭാഗത്തിൻ്റെ കൈവശമുള്ള ഇടവകളിലൊന്നും നമ്മൾ പോകാറില്ല. മറിച്ച് നമ്മളുടെ കൈവശം വരുന്ന പല ദൈവാലയങ്ങളും നിയമത്തിൻ്റെ വഴിയിലൂടെ ഇന്ന് അവരുടെ കൈകളിലുമാണ്. ഗോകുൽ രമേശ് ചേരുകയാണ്. ഗോകുൽ, ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവയെ കാതോലിക്കയായി പ്രഖ്യാപിക്കുന്ന സമയത്ത് ഓർത്തഡോക്സ് സഭ ഉയർത്തിയ വിമർശനങ്ങൾ നമുക്കെല്ലാവർക്കും മുന്നിൽ ഉള്ളതാണ്. അതിനാണിപ്പോൾ അദ്ദേഹം പരോക്ഷമായി മറുപടി പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ലക്ഷ്മി, തീർച്ചയായിട്ടും നിലവിൽ ഈ ഓശാന ഞായറുമായിട്ട് ബന്ധപ്പെട്ട തിരുസന്ദേശങ്ങൾക്കൊടുവിലാണ് നിലവിൽ യാക്കോബായ സഭയുടെ പരമാധ്യക്ഷനായിട്ടുള്ള മാർ ജോസഫ് കാതോലിക്ക ബാവ അദ്ദേഹം ഇത്തരത്തിലൊരു വിമർശനം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭയുടെ സമീപനങ്ങൾക്കെതിരെ, നിലപാടുകൾക്കെതിരായിട്ടൊരു പരോക്ഷ വിമർശനം അദ്ദേഹത്തിൻ്റെ ആ പ്രഭാഷണത്തിൽ നടത്തുകയുണ്ടായത്. പ്രധാനമായിട്ടും ഈ മണർകാട് പള്ളിയിലാണ് അദ്ദേഹം ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയത്. മണർകാട് പള്ളി നമുക്കറിയാം ഈ പള്ളിത്തർക്ക വിഷയത്തിൽ കിടക്കുന്ന ഒരു പള്ളി കൂടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അതിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു വാക്യങ്ങൾ ആരംഭിക്കുകയുണ്ടായത്. പ്രധാനമായിട്ടും താൻ ഇവിടെ ശുശ്രൂഷ നടത്തരുതെന്ന ആഗ്രഹമുള്ള ചില ആൾക്കാരുണ്ട്, പക്ഷേ എനിക്കിവിടെ ശുശ്രൂഷ നടത്താനും ഈ മണർകാട് പള്ളിക്കും നിയമപരമായിട്ടുള്ള പരിരക്ഷയുണ്ട്. അത് എതിർവിഭാഗം ചൂണ്ടിക്കാണിക്കുന്ന വസ്തുതകളൊക്കെ തന്നെ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സന്ദേശം ആരംഭിക്കുകയുണ്ടായത്. പ്രധാനമായിട്ടും മറ്റു ചില വിമർശനങ്ങൾ കൂടി അതിനോടനുബന്ധമായിട്ട് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. ഓർത്തഡോക്സ് വിഭാഗത്തിൻ്റെ കൈവശമുള്ള പള്ളികളിലൊന്നും യാക്കോബായ വിശ്വാസികളായ നമ്മളാരും കടന്നു ചെല്ലാറില്ല, ആക്രമിക്കപ്പെടാറില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ തങ്ങളുടേതാണ് എന്നും അവകാശവാദവുമായി കടന്നു ചെല്ലാറില്ല എന്നും, അതേസമയം തന്നെ നമ്മുടെ കൈവശം ഇരിക്കുന്ന പള്ളികൾ അവർക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇങ്ങോട്ട് കയ്യേറി വരികയാണ് എന്നുമുള്ള രീതിയിലുള്ള കാര്യം അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തൻ്റെ പ്രഖ്യാപനം, തന്നെ കാതോലിക്കയായിട്ട് വാഴിച്ചതിനെതിരെ ഓർത്തഡോക്സ് സഭ വലിയ പ്രതിഷേധങ്ങളൊക്കെ നടത്തിയിരുന്നു. അത് സുപ്രീം കോടതി വിധിക്കെതിരാണ് എന്നുള്ള രീതിയിലുള്ള നിലപാടുകളൊക്കെ ഓർത്തഡോക്സ് സഭ സ്വീകരിച്ചിരുന്നു. പക്ഷേ കാതോലിക്ക സഭ, അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ ഏറ്റവും ഉന്നത സ്ഥാനീയനായിട്ടുള്ള പാത്രിയാർക്കീസ് ബാവ തന്നെയാണ് തന്നെ നിയമിക്കുകയുണ്ടായത്. തന്നെ കാതോലിക്ക ബാവയായിട്ട് പ്രഖ്യാപിച്ചതും പാത്രിയാർക്കീസ് ബാവയാണ് എന്ന് പറയുകയുണ്ടായി. പാത്രിയാർക്കീസ് ബാവയെ തള്ളിപ്പറയാൻ ഒരു കാരണവശാലും ഓർത്തഡോക്സ് സഭയ്ക്ക് സാധിക്കുകയില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ ചെയ്തുകൂടാ എന്നുള്ളൊരു കാര്യവും അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും ഉൾപ്പെടെ തൻ്റെ സ്ഥാനാരോഹണത്തിന് ആശംസകൾ നേർന്നത് അവരെല്ലാവരും കണ്ടിരുന്നതാണ് എന്നും അദ്ദേഹം പറയുന്നു. ഒപ്പം തങ്ങൾക്ക്, അതായത് യാക്കോബായ വിശ്വാസികൾക്ക് ആരോടും വിദ്വേഷമോ വെറുപ്പോ ഒന്നും തന്നെ ഇല്ല, എല്ലാവരും നമ്മളുടെ സഹോദരങ്ങളാണ് എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് നമ്മുടെ നിലപാടെന്നും അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ കോടതി കയറുവാനും കോടതിയിൽ കയറ്റുവാനും അല്ലെങ്കിൽ കോടതി കയറി ഇറങ്ങുവാനും ഒക്കെ ഈ ഒരു വിശുദ്ധ വാരം ഒന്നും അവർക്ക് പ്രശ്നമല്ല, അത് മറുവിഭാഗത്തിന് പ്രശ്നമല്ല. പക്ഷെ നമ്മൾക്ക് അങ്ങനെയല്ല, നമുക്ക് അവരെ ഓർത്ത് പ്രാർത്ഥിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും തർക്കത്തിൻ്റെ വ്യവഹാരം ഒഴിവാക്കേണ്ടത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എന്നുമാണ് അദ്ദേഹത്തിൻ്റെ സന്ദേശത്തിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ സമാധാനം എന്നേക്കുമായി പുലരേണ്ടതുണ്ട്, സമാധാനം ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമെന്നും, അതോടൊപ്പം തന്നെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ആരാധനാലയങ്ങളെക്കാൾ മനുഷ്യ ശരീരമാകുന്ന ആരാധനാലയങ്ങളിൽ വസിക്കുവാനാണ്, അല്ലെങ്കിൽ അവിടെ ജീവിക്കുവാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നുമാണ് യാക്കോബായ സഭയുടെ കാതോലിക്ക ബാവ ഇന്നിപ്പോൾ പറയുന്നത്. ജനഹൃദയങ്ങളിൽ തനിക്ക് ഇടമുണ്ട്, അവിടെ തന്നെയാണ് അല്ലെങ്കിൽ അത് തന്നെയാണ് തനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമെന്നും ഓർത്തഡോക്സ് സഭയ്ക്കുള്ളൊരു മറുപടി എന്നോണം ഇന്നത്തെ തിരുസന്ദേശത്തിനൊടുവിൽ അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്തിരിക്കുകയാണ്. ലക്ഷ്മി. ഗോകുൽ രമേശാണ് കോട്ടയത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചതിപ്പോൾ.